ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കിനും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇത് കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തത്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അത് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകപ്പൊടിയാണ്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കനും ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവി ഇല്ലേ, അതായത് ഒരു കരിഞ്ഞ പോലത്തെ അത് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതൊരു ടോർട്ടില്ല റാപ്പാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്യാണ്. നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല, ചപ്പാത്തി ആയാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ഞാൻ ഫില്ലിങ്ങിനായിട്ട് ഇതാ കുറച്ച് സാലഡ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് യൂസ് ആക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇതാ ചിക്കനും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചിക്കൻ ഇല്ലെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ ചിക്കൻ ഇടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതിലോട്ട് ഇതാ ചിക്കനൊക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് അതിലിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് മയോനൈസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് മുട്ടയൊന്നും ചേർക്കാത്ത നല്ല പ്ലെയിൻ ആയിട്ടുള്ള മയോനൈസാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ ചിക്കനിൻ്റെ ആവശ്യമില്ല, നമ്മൾ കാരണം വേറെ തന്നെ സെപ്പറേറ്റ് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഒരു എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിങ്ങാണ് ഞാൻ ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇതുപോലെ മയോനൈസ് എല്ലാം ഇട്ട് മിക്സ് ആക്കിയിട്ട് ഉള്ള ഒരു ഫില്ലിങ് തന്നെ മതിയാവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സൈഡേക്ക് നമ്മൾ ഈ ഒരു സാലഡ് ഇട്ട് കൊടുക്കാം. ഓയിലൊന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ടിഫിൻ ബോക്സിനൊക്കെ ലഞ്ചിന് കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. പിന്നെ ലാസ്റ്റത്തെ ലെയറിൽ ഞാനിവിടെ കുറച്ച് ചീസാണ് ഇട്ടിട്ടുള്ളത്, മൊസറല്ല ചീസ്. ഈ ഒരു ചീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റാപ്പ് ഇതുപോലെ ചെയ്യുമ്പോൾ അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. നമ്മളിതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ചൂടാക്കുകയാണ്. അപ്പോൾ ആ ഒരു ചീസ് ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് അവിടെ ഒട്ടിച്ച് നിൽക്കും. അപ്പോൾ അങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മൾക്ക് ഓയിലിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റും ഉണ്ട്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോമ്പ് കാലത്ത് നമ്മൾ എപ്പോഴും ഓയിലി ഫുഡ് കഴിക്കുന്നത് ഒന്ന് ഇതുപോലത്തെ ഒന്ന് ചേഞ്ച് ആക്കി നോക്ക്. ഇനിയിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അടച്ച് വെച്ച് ചൂടാക്കിയെടുക്കുക കേട്ടോ. നമ്മൾ വെക്കുന്ന സമയത്ത് ആ ചീസുള്ള ഭാഗമാണ് അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സൈഡ് നല്ല ചൂടായ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടും കൂടെ ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ലോണം ഇതാക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ചിക്കൻ ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.